നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ആർ അജന്തകുമാർ, പെരുമ്പാവൂർ. ഉന്നതനാട് SNDP യൂണിയന്റെ മുൻ സെക്രട്ടറിയാണ്. 4/2/2026 തീയതി വച്ച് SNDP യോഗത്തിൻ്റെതായി ഒരു സർക്കുലർ എല്ലാ യൂണിയൻ സെക്രട്ടറിമാരുടെയും അറിവിനും മേൽനടപടിക്കും എന്ന ടൈറ്റിലോടുകൂടി യൂണിയനുകൾക്ക് അയച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയം SNDP യോഗത്തിൻ്റെ 114 മുതൽ 119 വരെയുള്ള സംയുക്ത വാർഷിക പൊതുയോഗം അടിയന്തരമായി നടത്തേണ്ടത് നിയമപരമായ അനിവാര്യതയാണെന്ന് അറിവുള്ളതാണല്ലോ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ആ സർക്കുലറിൻ്റെ ഒരു പ്രത്യേകത, ആ സർക്കുലറിൽ അത് SNDP യോഗത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിലല്ല അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്, അത് കൊടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി എന്ന് പേരല്ലാതെ അതിനകത്തൊരു ഒപ്പോ SNDP യോഗത്തിന്റെ ഔദ്യോഗിക മുദ്രയോ കാണുന്നില്ല. 4/2/2026 തീയതി വെച്ച് കൊടുത്തിരിക്കുന്ന ഈ സർക്കുലറിൽ പറയുന്നത് 2026 ഫെബ്രുവരി 20 മുമ്പ് എന്ന് വെച്ചാൽ 16 ദിവസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ SNDP ശാഖകളിൽ നിന്നുമുള്ള യോഗ വാർഷിക പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ആ ലിസ്റ്റ് യോഗത്തിൽ എത്തിക്കണമെന്നാണ്. വളരെ അടിയന്തര പ്രാധാന്യം, 2 ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ SNDP യോഗത്തിന്റെ നിയമാവലി അനുസരിച്ച് യോഗത്തിൽ നിന്ന് വരുന്ന സർക്കുലറുകൾ യൂണിയന് കിട്ടുകയും യൂണിയനിൽ നിന്ന് ശാഖകളെ അറിയിക്കുകയും ചെയ്ത് ശാഖകൾ നോട്ടീസ് അടിച്ച് വാർഷിക പൊതുയോഗം വിളിച്ച് വേണം യോഗ വാർഷിക പ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടത്. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. പക്ഷേ അതിനുള്ള സമയം ഒന്നും കൊടുക്കാതെ അപ്പം ചുട്ടെടുക്കുന്ന ധൃതിയിൽ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുവാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. SNDP യോഗത്തിൽ എല്ലാവർക്കും, SNDP യോഗത്തിലെ എല്ലാ സ്ഥിരാംഗങ്ങൾക്കും വോട്ടവകാശം അനുവദിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കോടതി വിധിയിൽ പരസ്പരം SNDP യോഗത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയ ശേഷം അനുവർത്തിച്ച് വരുന്ന ഒരു നയം ഡിലേ ടാക്ടിക്സ് ആണ്. SNDP യോഗത്തിൽ പരമാവധി തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി എത്ര നാൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ സാധിക്കുമോ അത്രയും നാൾ അധികാരത്തിൽ തുടരുക, അതിന് ഉപയോഗിക്കാവുന്ന മുഴുവൻ കുറുക്ക് വഴികളും കൗശലവും പ്രയോഗിച്ചുകൊണ്ടാണ് നാളിതുവരെ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ അടിയന്തിരമായി ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി 2 ആഴ്ചക്കുള്ളിൽ മുഴുവൻ പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് കൊടുക്കാനുള്ള ഈ സർക്കുലറിലെ നിർദ്ദേശം അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. SNDP യോഗത്തിലെ എല്ലാവർക്കും വോട്ടവകാശ പ്രകാരം അതിൻ്റെ ശാഖ തിരിച്ചുള്ള അംഗത്വങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5 അംഗങ്ങളുടെ ഒരു കമ്മിറ്റി വെച്ചിരുന്നു. ആ കമ്മിറ്റിക്ക് മുമ്പാകെ SNDP യോഗം ജനറൽ സെക്രട്ടറി സമർപ്പിച്ച കണക്കനുസരിച്ച് 4 ലക്ഷത്തിൽ താഴെ മാത്രമാണ് അംഗങ്ങളുടെ എണ്ണം. ശാഖകളുടെ എണ്ണമൊക്കെ പെരുപ്പിച്ച് പറഞ്ഞ 6000 എന്ന് താഴേക്ക് പോയി 2000-ൽ അധികമായിട്ട് നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ പ്രകാരമുള്ള അംഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധിയാണോ തെരഞ്ഞെടുക്കേണ്ടത്, അതോ തോന്നുംപടി തെരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു ലിസ്റ്റാണോ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകേണ്ടത്. ഇപ്പോൾ തന്നെ ഈ സർക്കുലർ ഇറക്കിയത് വളരെ ബുദ്ധിപൂർവമാണ്. ഒപ്പില്ല, സീലില്ല, ലെറ്റർ ഹെഡില്ല. ഇത് നാളെ കോടതിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കാരണം കോർട്ട് ലക്ഷ്യമാണത്. കോടതി കൊടുത്തിരിക്കുന്ന ഉത്തരവിന് വിരുദ്ധമായി പ്രാതിനിധ്യ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താനുള്ള കുറുക്ക് വഴികൾ ആണ് വെള്ളാപ്പള്ളി നടേശൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിനുള്ള നിയമപരമായ അധികാരം വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടോ? അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അതിനകത്ത് പറയുന്ന യോഗം കൗൺസിലിനുണ്ടോ? നമുക്കൊക്കെ അറിയാം, SNDP യോഗത്തിന് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് 2015 ഓഗസ്റ്റ് മാസത്തിലാണ്. അന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയും ഡോക്ടർ MN സോമൻ പ്രസിഡന്റുമായിട്ടുള്ള ഈ ഭരണസമിതി അധികാരമേറ്റത്. SNDP യോഗത്തിന്റെ നിയമാവലി അനുസരിച്ച് ഭാരവാഹികളുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. 2020 ഓഗസ്റ്റിൽ കാലാവധി കഴിഞ്ഞതാണ്. 2020 ഓഗസ്റ്റിൽ കാലാവധി കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. നാളിതുവരെ പൊതുയോഗം വിളിച്ചു കൂട്ടാനോ തെരഞ്ഞെടുപ്പ് നടത്താനോ ഉള്ള യാതൊരു നടപടികളും നിലവിലെ ഭാരവാഹികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. SNDP യോഗത്തിന്റെ വാർഷിക പൊതുയോഗം ഏറ്റവും അവസാനമായി ചേർന്നത് 2019-ലാണ്. 2019-ൽ തെരഞ്ഞെടുക്കപ്പെട്ട യോഗം ഡയറക്ടർമാരുടെ കാലാവധി 3 വർഷമാണ്. അത് 2022-ൽ അവസാനിച്ചു. ആ ഡയറക്ടർമാരിൽ നിന്നാണ് കൗൺസിലർമാരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവരുടെ കാലാവധിയും ഫലത്തിൽ 2022-ൽ അവസാനിച്ചു. ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലാവധി അവസാനിച്ചിട്ട് 6 വർഷം കഴിഞ്ഞ ഭാരവാഹികളും കൗൺസിലും ഡയറക്ടർ ബോർഡുമാണ് നിലവിലുള്ളത്.
അവരാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്ന് എന്ന് പറയുന്നത്. കാലാവധി കഴിഞ്ഞ ഒരു ബോർഡിനും കൗൺസിലിനും ഭാരവാഹികൾക്കും ഇങ്ങനെ നിയമവിരുദ്ധമായി കോടതി വിധികളെ പോലും മറികടന്നുകൊണ്ട് ഒരു തീരുമാനം നടപ്പിലാക്കാനുള്ള അധികാരമുണ്ടോ? അത് നിയമപരമായി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? നമുക്കറിയാം, നമ്മുടെ യൂണിയനുകൾ ഇപ്പൊ ഇത് നടപ്പിലാക്കേണ്ടത് യൂണിയനുകൾ വഴിയാണ്. ഇന്ന് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏത് യൂണിയനിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ഉള്ളത്? ഇവർ പറയുന്ന 141 ഉണ്ടെന്ന് പറയുന്നു. ഈ കൊടുത്തിരിക്കുന്ന സർക്കുലർ പ്രകാരം 114 കാണുന്നുള്ളൂ. 114 ആയാലും 141 ആയാലും ഒരൊറ്റ യൂണിയനിൽ പോലും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഇല്ല. എല്ലാം കാലാവധി കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. അങ്ങനെയാണ് യൂണിയനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വാർഷിക പൊതുയോഗങ്ങളില്ല, റിപ്പോർട്ടില്ല, കണക്കില്ല, ബജറ്റില്ല. ഒരു കുടുംബം എല്ലാം തീരുമാനിക്കുകയാണ്. നിയമവാഴ്ച നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി 6 വർഷമായി ഇങ്ങനെ നടക്കണമെങ്കിൽ അതിന്റെ ഭരണകൂടത്തിന്റെ താങ്ങും തണലുമില്ലാതെ നടക്കില്ല എന്നത് നമുക്ക് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. SNDP യോഗത്തിന് പ്രൗഢമായ ഒരു ചരിത്രമാണുള്ളത്. ആ SNDP യോഗത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം കുത്തഴിഞ്ഞതും അഴിമതി നിറഞ്ഞതും സംഘടനാ ജനാധിപത്യത്തിന്റെ പുല്ലുവില പോലും കൽപ്പിക്കാത്തതുമായ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടേയില്ല. SNDP യോഗത്തിന്റെ ചരിത്രം അറിയാവുന്ന, SNDP യോഗവുമായിട്ട് ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണിത്. കേരള നോൺ ട്രേഡിംഗ് കമ്പനി നിയമവും ചട്ടങ്ങളും പ്രകാരമാണ് SNDP യോഗം പ്രവർത്തിക്കേണ്ടത്. കേരളത്തിലെ രജിസ്ട്രേഷൻ IG ആണ് നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ. ബഹുമാന്യനായ ശ്രീ MK സാനു മാസ്റ്റർ നൽകിയ പരാതികൾ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലുണ്ടായ വിധികൾ, പലരും നേരിട്ട് നൽകിയ ഒരുപാട് പരാതികൾ എല്ലാം ഉൾപ്പെടെ കെടുകാര്യസ്ഥതയ്ക്കും ജനാധിപത്യ വിരുദ്ധതയ്ക്കും ധന ദുർവിനിയോഗത്തിനും എതിരെ നിരവധി പരാതികൾ ഉണ്ടായെങ്കിലും എല്ലാം ബധിര കർണങ്ങളിലാണ് പതിച്ചതെന്നാണ് വസ്തുത. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് നിരന്തരം ആവർത്തിക്കുന്ന ഒരു സർക്കാരിന്റെ തണലിലും പിൻബലത്തിലുമാണ് എല്ലാ നിയമങ്ങളെയും സംവിധാനങ്ങളെയും വളച്ചൊടിച്ചും കീഴ്പ്പെടുത്തിയും SNDP യോഗത്തിൽ ഈ ദുരവസ്ഥ തുടരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഭൂതകാലത്തെ കള്ളുഷാപ്പ് മുതലാളി തൊഴിലാളി ബാന്ധവത്തിന്റെ ഹാങ് ഓവർ ഇനിയും വിട്ടുമാറാത്ത ഒരു മന്ത്രിയാണ് ഈ പ്രസ്ഥാനത്തിന്റെയും സമുദായത്തിന്റെയും കോടാലി കയ്യുമായി പ്രവർത്തിച്ചു വരുന്നത്. 1996 വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരുടെ ഒരാളാണ് അന്ന് CPM-ന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് VS-ന്റെ കൂടി സഹായത്തോടെയാണ് ശാശ്വതികാനന്ദ സ്വാമിയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശൻ തനിനിറം കാണിച്ചു തുടങ്ങി. അതോടുകൂടി VS പരസ്യമായി ഇടഞ്ഞു, പരസ്യമായി പോരിനിറങ്ങി. കണിച്ചുകുളങ്ങര ദേവസ്വം ട്രസ്റ്റിനെ ഐശ്വര്യ ട്രസ്റ്റ് പേരെന്നൊരു സ്വന്തം ട്രസ്റ്റ് ഉണ്ടാക്കി സ്വന്തം പേരിലാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയപ്പോൾ അതിനെതിരെ 367 ദിവസം നീണ്ടു നിന്ന ഐതിഹാസികമായ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് VS ആയിരുന്നു. ആ പോരാട്ടത്തിന് മുമ്പിൽ വെള്ളാപ്പള്ളിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പിന്നീട് വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് അഴിമതി, അതിനെതിരെ നേരിട്ട് പരാതിക്കാരനായി. ഓരോ ഘട്ടത്തിലും നിതാന്തമായ ജാഗ്രത പുലർത്തി. അതിനകത്ത് പല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടം വരെ എത്തി നിൽക്കുകയാണ്. വെള്ളാപ്പള്ളി കള്ളനാണ്, കൊള്ളക്കാരനാണ്, ജയിലഴിക്കുള്ളിലാക്കുന്നത് വരെ വിശ്രമമില്ല എന്നാണ് അന്ന് VS പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച സഖാവ് VS ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. കറകളഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനും ഉറച്ച ശ്രീനാരായണീയനുമായ സഖാവ് ശ്രീ MK സാനു സാറ് മരണം വരെ നിരവധി നിയമയുദ്ധങ്ങൾ വെള്ളാപ്പള്ളിയുടെ SNDP ശ്രീനാരായണ ധർമ്മവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയതാണ്. വെള്ളാപ്പള്ളിയുടെ അഴിമതിക്കും കുടുംബാധിപത്യത്തിനും ജനാധിപത്യ വിരുദ്ധതയ്ക്കും ശ്രീനാരായണ ധർമ്മത്തെ അപഹസിക്കുന്ന നിലപാടുകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടായിരുന്ന സഖാവ് VS-ന്റെയും സാനു സാറിന്റെയും മരണമില്ലാത്ത ഓർമ്മകളോട് നീതി പുലർത്താൻ അവർ നടത്തിയ ധർമ്മ സമരം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ട സമയമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്ന സന്ദർഭത്തിൽ നമുക്കുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടും യാതൊരുവിധ നിയമ നടപടികളിലും ഉൾപ്പെടുത്തപ്പെടാതെ സർക്കാർ സംരക്ഷണത്തിൽ കേരളീയ സമൂഹത്തില് വർഗീയതയുടെ മാരക വിഷം കലർത്തുന്ന വെള്ളാപ്പള്ളിയെ തൻ പൊൻകുഞ്ഞ് പോലെ സംരക്ഷിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് തിരിച്ചടി നൽകാൻ ശ്രീനാരായണീയ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയമാണ് ആഗതമാകുന്നത്. കാലാവധി കഴിഞ്ഞ വർഷങ്ങളായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് പകൽക്കൊള്ള നടത്തുന്ന വർഗീയ ഭ്രാന്ത് വിളമ്പുന്ന നടേശനെ മാറ്റി അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തില്, കാലാവധി കഴിഞ്ഞതായതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തില് നിയമപരമായി
സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണപരവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്നവരെ പരസ്യമായി പിന്തുണയ്ക്കാനും കരുത്ത് തെളിയിക്കുവാനായി ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനും ഫെബ്രുവരി 1 കുമരകത്ത് ചേർന്ന ശ്രീനാരായണ വിശ്വാസികളുടെ ഒരു ആലോചനാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാർച്ച് മാസം ആദ്യവാരത്തില് ഏറ്റുമാനൂരിൽ വെച്ച് വിപുലമായ ഒരു കൺവെൻഷൻ ചേർന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആദ്യം സൂചിപ്പിച്ചതുപോലെ SNDP യോഗത്തില് നിയമപരമായി ഒരു സംഘടനയ്ക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി തരുമെന്ന് ഉറപ്പ് പറയുന്നവരെ പരസ്യമായി പിന്തുണയ്ക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങണം എന്നുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. SNDP യോഗത്തില് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഈ പ്രസ്ഥാനത്തിന് ശ്രീനാരായണ ജനാധിപത്യ വേദി അഥവാ ശ്രീനാരായണ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം എന്ന് പേര് തീരുമാനിച്ച് തുടർ നടപടികൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി കഴിയുന്നതോടുകൂടി വെള്ളാപ്പള്ളി നടേശന്റെ ഏകാധിപത്യ ഭരണത്തിന് ഒരു തിരശീല വീഴ്ത്താനും SNDP യോഗത്തിൽ അതിന്റെ സംഘടനാ ജനാധിപത്യവും ശ്രീനാരായണ ധർമ്മവും പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ഒരു പടയോട്ടമാണ് ഫെബ്രുവരി മാസം 1-ാം തീയതി കുമരകത്ത് ചേർന്ന ആലോചനാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. 1-ാം തീയതി ചേർന്ന ഈ ആലോചനാ യോഗത്തില് ഈ തെരഞ്ഞെടുപ്പിനെ മുഖ്യ അജണ്ടയാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നറിഞ്ഞതിന്റെ വെളിച്ചത്തിലാകാം പെട്ടെന്ന് 4-ാം തീയതി തന്നെ ഒരു സർക്കുലർ, അവിടെ ഇവിടെയും തൊടാത്ത ഒരു സർക്കുലർ, ഊരും പേരുമില്ലാത്ത ഒരു സർക്കുലർ SNDP യോഗത്തിന്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് പോകും. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ SNDP യോഗത്തില് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു കനകാവസരമായി കൂടി കണ്ട് അത്തരത്തിൽ വേണ്ട പ്രവർത്തനങ്ങൾക്ക് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാ ശ്രീനാരായണീയരും രംഗത്തിറങ്ങണമെന്ന് ഗുരുദേവ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.